അബൂ ഖൈർ റളിയല്ലാഹു അൻഹു ഖൈബർ യുദ്ധവും കഴിഞ്ഞിട്ടിങ്ങനെ വരുമ്പോൾ എന്തൊക്കെയോ ഇങ്ങനെ ചൊല്ലിപ്പറയുന്നത് കാണുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വന്നിട്ട് ചോദിക്കുന്നു, എന്താണ് നിങ്ങൾ ഓതുന്നത്, നിങ്ങളെന്താണ് ചൊല്ലുന്നത്? അപ്പോഴാണ് അതിൻ്റെ മറുപടി പറയുന്നത്, എന്താണ് അതിൻ്റെ മഹത്വം നിങ്ങൾക്കറിഞ്ഞുകൂടെ, ഈ ദിക്റിൻ്റെ മഹത്വം അറിഞ്ഞുകൂടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ചൊല്ലുന്നത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയുൽ അലീം എന്നുള്ള ദിക്റാണ്. ആ ദിക്റിൻ്റെ മഹത്വം ഹബീബായ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞത് ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ് അൽ മവാഹിബുൽ ജലിയ എന്ന ഗ്രന്ഥത്തിൽ എഴുതി വച്ചില്ലേ, ദാരിദ്ര്യരോഗം ഏവനും ഭയക്കുന്നതാ, ലാ ഹൗല ലേഹ്യം മുഴുവനും അതിനുള്ളതാ, സ്വർഗത്തിലെ നിധി എന്ന് നബി പേരിട്ടതാ, അത് അതിശയോക്തിയിൽ പെട്ടതല്ലെന്നുള്ളതാ, മൗത്തിന്റെ സമയം മംഗളം പാടുന്നതാ, ഇത് ബാഖിയാത്തുസ് സ്വാലിഹാത്തിൽ പെട്ടതാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ദാരിദ്ര്യമുണ്ടോ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയുൽ അലീം എന്നുള്ള ദിക്ർ പതിവാക്കിക്കോ മോനെ, ഇത് സ്വർഗത്തിലെ നിധിയാണ് കേട്ടോ. മാത്രമല്ല മരണത്തിൻ്റെ സമയം നിനക്ക് നന്നാവണമെങ്കിൽ ഈ ദിക്ർ നീ പതിവാക്കിക്കോ. വേണ്ട, ഖബറിൽ നിനക്ക് നല്ല റാഹത്തോടുകൂടി കിടക്കണമെങ്കിൽ ഈ ദിക്ർ നിനക്ക് തുണയാണ്. ഇത് ബാഖിയാത്തുസ് സ്വാലിഹാത്തിൽ പെട്ട അമലാണ്. നോക്കൂ നിങ്ങൾ, കഹ്ഫ് സൂറത്തിൽ 46-ാമത്തെ ആയത്ത് പഠിപ്പിക്കുന്നത് എന്താണ്? അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയ വൽ ബാഖിയാത്തുസ് സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമലാ. നമ്മുടെ മക്കളും നമ്മുടെ മുതലൊക്കെ ദുനിയാവിൻ്റെ പ്രൗഢികളാണ്. എന്നാൽ ബാഖിയാത്തുസ് സ്വാലിഹാത്തിൽ പെടുന്ന അമാലുകളുണ്ടോ, ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമലാ, അള്ളാന്റെ അടുക്കൽ സ്വീകാര്യതയുള്ള അമാലുകൾ ചെയ്യണം. അത്തരത്തിലുള്ള ഒരു ദിക്റല്ലേ. ആ ദിക്ർ ജീവിതത്തിലേക്ക് ഞാനും നിങ്ങളും കൊണ്ടുവരാൻ ശ്രമിക്കണേ.